വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിന്റെ ഡേ 3. ബാങ്കോക്കിലാണ്. ഇപ്പോൾ ബാങ്കോക്കിനായി നമ്മളിപ്പോൾ പട്ടായ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്തു. നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടിട്ടുണ്ടാവും. കാണാത്തൊരു ജസ്റ്റ് പോയി കണ്ടിട്ട് വരിക. ഇന്ന് നമ്മൾ ബാങ്കോക്ക് നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാ. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് പ്രിൻസ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ്. അപ്പൊ ഇവിടുന്ന് എങ്ങനെയാ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് പോയി നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. You don't talk too much. Yeah, you know, I big one. ഗൈസ്, ഈ ഓട്ടോ പോലത്തെ വണ്ടിക്ക് ടുക് ടുക് എന്നാണ് പറയണത്. ഇവർ നമ്മുടെ അടുത്ത് ഭയങ്കര റേറ്റ് ഒക്കെ കൂട്ടി പറയും. പക്ഷെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് അത് കുറപ്പിക്കണം. അങ്ങനെ ഞങ്ങൾ കുറപ്പിച്ച് ഈ പുള്ളിയുടെ അടുത്ത് ഒരുവിധം പൈസയൊക്കെ കുറപ്പിച്ചിട്ട് അതിൽ കയറി പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വന്ന ഓട്ടോ പോലത്തെ വണ്ടിയിലെ ചേട്ടൻ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നൈറ്റ് മാർക്കറ്റിലാണ് നമ്മൾ വന്നത്. പ്രദ്യുനമാണോ പ്രാചുനമാണോ എനിക്ക് എക്സാക്ട് പ്രൊനൗൺസിയേഷൻ അറിയില്ല. ഞാൻ എഴുതി കാണിക്കാൻ താഴെ ഒരു നൈറ്റ് മാർക്കറ്റാണ്. കണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ചെന്ന് നോക്കാം. ഇവിടെയാണ് ഇന്ത്യൻസ് കൂടുതൽ. നമ്മൾ വേറൊരു മാർക്കറ്റ് കൂടുതൽ റിവ്യൂസ് ഉള്ളത് കണ്ടായിരുന്നു. പക്ഷെ പുള്ളി പറഞ്ഞത് അവിടെ ഭയങ്കര മാഫിയയും കാര്യങ്ങളോ ഒക്കെ സേഫ് അല്ലാന്നാ. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമുക്ക് ജസ്റ്റ് പോയി നോക്കാം. അതുപോലെ തന്നെ കാര്യം തായ്ലൻഡിൽ തന്നെ പട്ടായം ബാങ്കോക്കും എങ്കിലും പട്ടായയിലുള്ളവരെക്കാളും കുറച്ചും കൂടെ ഇംഗ്ലീഷ് ഇവിടെ ഉള്ളവർക്ക് അറിയണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇവിടെയും അവിടുത്തെ പോലെ തന്നെ മസാജും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അടിപൊളിയാ. നമുക്ക് ഫ്ലേവർ ചൂസ് ചെയ്യാം. ഇഷ്ടം സ്പൈസി പറഞ്ഞിട്ട് സമയത്തില്ല. ചീസി എടുത്തത് അടിപൊളിയാണ് സാധനം. പെർഫ്യൂം നോക്കണ്ടോ വിഷ്ണുട്ടാ? ഏറ്റവും കൂടുതൽ ഡ്രസ്സും അതുപോലെ തന്നെ ആക്സസറീസും ആണ് കൂടുതൽ ഇപ്പോൾ കണ്ടേക്കുന്നത്. സ്ട്രീറ്റ് ഫുഡ് നമ്മുടെ ഏരിയയിൽ മാത്രമേ കണ്ടുള്ളൂ. ചിലപ്പോൾ കുറച്ചങ്ങ് നടക്കുമ്പോൾ കാണുമായിരിക്കും അല്ലേ ചേട്ടാ? എല്ലാ ബ്രാൻഡഡ് പെർഫ്യൂംസിന്റെ റിപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടത്? സൊവനിയേഴ്സിൽ ഫ്രിഡ്ജ് മാഗ്നറ്റ് കളക്ഷൻ ഇപ്പം ഞങ്ങൾക്കൊരു ഹോബിയാണ്. ഇഷ്ടമാണ്. അതും എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടത്. എനിക്ക് കുറച്ച് കളർഫുൾ സാധനങ്ങളൊക്കെ. തായ്ലൻഡിൻ്റെ ഒരു കളർഫുൾ സാധനം എടുത്തുകൊണ്ട് ഇതെടുക്കാമെന്ന് വിചാരിച്ചു.
So where are you from? From the From Lebanon. I'm Syria. You see, you're from Ghazwan country. Which part of Kerala? Cochin. Cochin. I've been to Cochin. But back ഒരു പരിചയമില്ല. അവര് സൗകര്യം മേടിക്കാൻ വന്നു, നമ്മള് സൗകര്യം മേടിക്കാൻ വന്നു. അപ്പൊ നമ്മള് കേരളീന്നാണ് പറഞ്ഞപ്പോ നമുക്ക് ജസ്റ്റ് അവര് തന്നതാ. So happy guys, so happy. നമുക്ക് ഈ ജെല്ലീസ് മിക്സ് ചെയ്തെടുക്കാം. 3 പാക്കിന് ഇതാണെങ്കിലും 100 Thai baht വരുന്നത്. നിങ്ങൾ കാനഡയിലേക്കും എബ്രോഡിലേക്കൊക്കെ പോകുമ്പോൾ ലുലുലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ട്രോളീസ് അന്യായ പൈസ കൊടുത്ത് മേടിക്കും. പക്ഷേ എയർപോർട്ടിൽ ഒരു ഇതും ഇല്ലാതെ അവരത് എറിഞ്ഞ് പൊട്ടിക്കും. പക്ഷെ നമ്മൾ ബിഫോർ ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് പറയണത് വെറുതെയാണ്. എൻ്റെ ചേട്ടൻ നാട്ടിലേക്ക് വന്നപ്പോൾ പെട്ടി പൊട്ടിച്ചു. എന്നിട്ട് ജസ്റ്റ് അവർ അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് അതിനുള്ള ടൈമും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. സോ നിങ്ങൾ ഇങ്ങനത്തെ വല്ല പെട്ടി എടുത്താൽ മതി എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും ഗൈസ്. You cannot choose the open one. It will not fit. ഇത് നമ്മൾ 10 minutes കസ്റ്റമൈസ് ചെയ്തതാ. ഈ ബോർഡ് മാത്രം നമ്മൾ മേടിക്കേണ്ട കാര്യമുള്ളൂ. 10 letters ആണെങ്കിൽ അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും. 150 Thai baht ആയത്. അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടമായി. ഹാപ്പി ആനിവേഴ്സറി കേട്ടോ. Thank you. സോപ്പാണ് കഴിച്ചത്, സോപ്പ്. ഇതിന് രണ്ടിലും നല്ല മണമാണ്. എടുക്കാം. 3 എണ്ണത്തിന് 100. ചീസി ചിക്കൻ കബാബ് ഓർഡർ ചെയ്തത് 60 Thai baht വരുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. 80. 80 അല്ല, നോർമൽ കബാബ് ചിക്കൻ കബാബിനാണ് 60, ചീസിക്ക് 80. കൊള്ളാം. ഡ്രസ്സും ആക്സസറീസൊക്കെ ചീപ്പാണെങ്കിലും ടോയ് ഷോപ്പ് ഇവിടെ അധികമൊന്നുമില്ല. അതുകൊണ്ടായിരിക്കണം എക്സ്പെൻസീവ് ആയിട്ടുള്ളത് അല്ലേ വിഷ്ണുട്ടാ? Thai baht ഇളനീർ ജ്യൂസ്. ഇളനീര് മറ്റേ അതിലിരിക്കുന്നതിന് 60. ആ, പക്ഷെ ഇളനീരിന് തണുപ്പില്ല അങ്ങനത്തെ. നല്ല ചൂടത്ത് നല്ല തണുപ്പ് കുടിക്കുമ്പോൾ നല്ല സുഖം. സ്ട്രീറ്റിന്റെ ഒരു തെക്ക് മാറി കുറച്ചേക്ക് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഫുള്ള് മസാജ് പാർലേഴ്സ് ആണ്. നമ്മുടെ ഏകദേശം പട്ടായയിൽ വന്ന സെയിം റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയും വരുന്നത്.
തായ്ലൻഡ് കുറേ ഫ്രഷ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടും. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാംഗോ ആയിരുന്നു. അതുപോലെ ചൂടായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ജ്യൂസൊക്കെ മേടിച്ച് കുടിക്കണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ബാർഗെയിൻ ചെയ്ത് 150 തായ് ബാത്തിനാണ് വന്നത്. പക്ഷെ തിരിച്ചു പോയപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് ഇവർ 300 400 ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം നമ്മൾ ബാർഗെയിൻ ചെയ്ത് 200 ആക്കി. പട്ടായയിലാണെങ്കിലും ബാങ്കോക്കിലാണെങ്കിലും മുക്കിന് നമുക്ക് കാണാൻ പറ്റുമായിരുന്ന ഒരു കൺവീനിയൻസ് സ്റ്റോർ ആയിരുന്നു 7-Eleven. അവിടെ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും. ഞങ്ങൾക്ക് ചെറുതായിട്ട് പനി വരുന്ന പോലെ തോന്നിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ടൈലനോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബാങ്കോക്കിൽ നിന്ന് കുറേ സ്ട്രീറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അവിടെ. ഭയങ്കര അടിപൊളിയായിരുന്നു അവിടുത്തെ ഫുഡെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.